ഇഡിയെയും ബിജെപിയെയും വിമർശനം നടത്തി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഇഡി ബിജെപിക്കായി കൂലിപ്പണി എടുക്കുകയാണെന്ന് അദ്ദേഹം വിമർശനം നടത്തി. കേന്ദ്ര ഏജൻസികളെ പണമുണ്ടാക്കാൻ ഉപയോഗം നടത്തുകയാണെന്നും കേരളത്തിൽ അത് വിലപ്പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടുകളെ തന്നെ തകർക്കുന്ന ഒന്നായിട്ടാണ് രാജ്യം ഇന്ന് വിലയിരുത്തുന്നത്. രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നുവെന്നും എത്രയാണ് ലഭിച്ചിട്ടുള്ളത് എന്നും ഈ കാര്യം ജനങ്ങൾക്ക് അറിയാൻ അവകാശമില്ല എന്നായിരുന്നു BJP ഗവൺമെൻറ്റിൻ്റെ വാദം. ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട് എന്നാണ് സുപ്രീം കോടതി കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിധിച്ചത്. ആരാണ് പണം നൽകിയതെന്നും ആർക്കാണ് പണം ലഭിച്ചതെന്നും ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന നിലപാട് സ്വീകരിച്ചതോടുകൂടി BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ മേനി പറഞ്ഞു നടന്നിരുന്ന ഇവർക്കെല്ലാം ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ത്യ കണ്ട സുപ്രധാന അഴിമതികളിലൊന്നായി ഇലക്ട്രൽ ബോണ്ട് മാറി എന്ന കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ അത്രത്തോളം ചർച്ച ചെയ്തില്ല എന്ന വിമർശനം കേരളത്തിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയാം. നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ വിചാരിച്ചാലും നടക്കുന്നതല്ല ഈ കാര്യം. കാരണം ഇതിന് പിന്നിൽ വർഗപരമായ രാഷ്ട്രീയമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ED കേസ് അന്വേഷിക്കുക, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷിക്കുക. ആ കേസ് അന്വേഷിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവരെ ഭയപ്പെടുത്തി അവരിൽ നിന്ന് പച്ചയായിട്ട് പണം വാങ്ങുക. ആ പണം വാങ്ങിയിട്ടുള്ളത് മൂടിവെക്കപ്പെടുമെന്നായിരുന്നു BJPയുടെ സത്യത്തിലുള്ള ധാരണ. ഇങ്ങനെ ഒരു കാര്യം പുറത്ത് പറയേണ്ടി വരുമെന്ന് അവർ ധരിച്ചിട്ടേയില്ല. സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ മലയാള മനോരമ എന്ന് പറയാം, മലയാള മനോരമയുടെ പ്രധാനപ്പെട്ട കമ്പനിയാണല്ലോ MRF. അവർ ഈ പറയുന്ന ബോണ്ട് നൽകിയിട്ടുണ്ട്. സാന്റിയാഗോ മാർട്ടിൻ കോൺഗ്രസ് അവരുടെ ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്നും, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള നിരവധി ആളുകളുടെ കയ്യിൽ നിന്ന് കോടികൾ പിരിച്ച ബോണ്ടിൻ്റെ വിവരമാണ് പുറത്തു വന്നത്. മറ്റേ ആയിരക്കണക്കിന് കോടിൻ്റെ ഒന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രളയകാലത്ത് ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു പാർട്ടി മെമ്പർ ആലപ്പുഴ 70 ഉറുപ്പിക ഒരു ഓട്ടോറിക്ഷക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഭൂകമ്പം ഉണ്ടാക്കി ഇവിടെ. മനോരമ ഉൾപ്പെടെ CPIM-ൻ്റെ പിരിവിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് കോടാനുകോടി ഉറുപ്പിക ഏറ്റവും വലിയ കള്ളപ്പണക്കാരിൽ നിന്ന്, ഏറ്റവും വലിയ കുറ്റവാളികളിൽ നിന്ന് നിർലജ്ജം ശേഖരിച്ചിട്ട് അതൊന്നും പുറത്തു വരില്ല എന്ന ധാരണയിലായിരുന്നു ഇവരെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് 8,251 കോടി ഉറുപ്പിക BJPക്ക് കിട്ടിയത്. ഒന്നും കൂടി ഞാൻ പറയാം, 8,251 കോടി. 70 ഉറുപ്പിക വാങ്ങിയതിനെ പറ്റിയായിരുന്നു വലിയ തർക്കം. ഓമനക്കുട്ടൻ്റെ 70 ഉറുപ്പിക, അത് എത്രയോ ദിവസം വാർത്തയായിരുന്നു. 8,251 കോടി ഉറുപ്പിക BJP വാങ്ങിയതിനെ പറ്റിയും BJP ബലം പ്രയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചും യാതൊരു തരത്തിലുള്ള വാർത്തയും യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഉൾപ്പെടെ സജീവമായിട്ട് വന്നില്ല. കോൺഗ്രസ് നല്ല രീതിയിൽ അതിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. 1,428 കോടി ഉറുപ്പിക.
1428 കോടി റുപ്യ അവരും വാങ്ങിയിട്ടുണ്ട്. അവസാനത്തെ കണക്ക് വന്നപ്പോൾ അത് 1952 എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യമായിരുന്നു 1428, അത് 1952. എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് ബസ്സിന് പൈസയില്ലാന്ന്, ടിക്കറ്റ് എടുക്കാൻ പൈസയില്ലാന്ന് ഇപ്പം പറഞ്ഞിരിക്കുകയാണ്. ഈ പൈസ എവിടെയാണ് പോയെ? ഈ കിട്ടിയ 1952 കോടി റുപ്യ കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ബോണ്ട് അടിസ്ഥാനത്തിലുള്ള പണം എവിടെ പോയി? BJP ഗവൺമെന്റ് ഉണ്ട് എന്നെങ്കിലും പറയാം, കോൺഗ്രസിന് ഗവൺമെന്റ് ഒന്നുമില്ലല്ലോ. പക്ഷെ പല രീതിയിലുള്ള സഹായത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ ഫണ്ട് അവർ തന്നെ കൊടുക്കുന്ന നില ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ തന്നെ പ്രമുഖ വ്യക്തികൾ, വക്താക്കൾ BJPക്ക് 170 കോടി റുപ്യ ബോണ്ട് കൊടുക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വിചിത്രമായ സംഭവമല്ലേ? കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി BJPക്ക് 170 കോടി റുപ്യ ബോണ്ടായിട്ട് കൊടുത്തു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നല്ലോ. ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന പേര് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനൊരു വിചിത്രമായ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത്. ഇത്തരത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖമായ BJP ഉൾപ്പെടെ ഇവിടെയെല്ലാം ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് പണം സ്വരൂപിച്ചപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയാണ് CPIM ഇടതുപക്ഷ പാർട്ടിയും. ഞങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് ആ വാർത്ത തന്നെ നിങ്ങളെല്ലാം പരസ്പരം സംസ്കരിക്കുന്നത്. കാരണം ആ ഫണ്ട് വാങ്ങിയില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിനെതിരായിട്ട് ഭരണഘടനാപരമായ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്ത ഏക പാർട്ടി CPIM ആണ്. അങ്ങനൊരു വാർത്ത കേരളത്തിൽ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് ആ വാർത്ത നിങ്ങൾ ഫലപ്രദമായിട്ട് മുക്കി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ചില ആളെല്ലാം പറയുമ്പോൾ ഇപ്പം പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാങ്ങിയിട്ടുണ്ട് എന്ന് പൊതുസാമാന്യവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ആ പൊതുസാമാന്യവൽക്കരണം വേണ്ട. CPIM ഇതിനെതിരായിരുന്നു, അന്നേ എതിരായിരുന്നു. അതിനെതിരായിട്ട് കേസ് കൊടുക്കുകയും ഒരു നയ പൈസ അതിൻ്റെ ഭാഗമായിട്ട് വാങ്ങാതിരിക്കുകയും ചെയ്ത പാർട്ടി CPIM ആണ്. അത് ഇടതുപക്ഷത്തിൻ്റെ ഇന്നത്തെ ഇന്ത്യയുടെ ആവശ്യകതയാണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത്. ജനാധിപത്യത്തെയും ജനങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഇത്തരം നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് അവരുടെ നിലപാടിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്. ലോക ജനതയും ലോകരാഷ്ട്രങ്ങളും, കെജ്രിവാളിനെ ഞാൻ കോൺഗ്രസിനെയൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്, ലോകത്തിലെ അമേരിക്ക, സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രഭൂമിയാണ് അമേരിക്ക, ജർമ്മനി, ഇത്തരം രാജ്യങ്ങൾ തന്നെ കെജ്രിവാളിനെ പോലെയുള്ളവർക്ക് നേരെ നടക്കുന്ന അറസ്റ്റ് സംബന്ധിച്ച് അതിശക്തിയായ വിമർശനം, പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജർമ്മനിയുടെ ആദ്യം വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പ്രകോപനപരമായിട്ട് അവർക്കെതിരായിട്ട് ഭീഷണി ഉയർത്തി. അമേരിക്ക കൂടി വന്നപ്പോൾ മൗനായി. ലോക രാഷ്ട്രങ്ങളിൽ വലിയൊരു വിഭാഗം ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരായി സജീവമായി രംഗത്ത് വരുന്നത് ഇന്ത്യക്ക് അപമാനം സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മദ്യവ്യാപാരിയുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രമുഖനായിട്ടുള്ള മദ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശരത് ചന്ദ്ര റെഡ്ഡിയുടെ മൊഴി പറഞ്ഞുകൊണ്ടാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിയത് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ അരവിന്ദ് കെജ്രിവാളിനെ കണ്ടിട്ടില്ല എന്ന കാര്യമാണ് മൊഴിയിലൂടെ വ്യക്തമാക്കിയിരുന്നത് ശരത്ചന്ദ്ര റെഡ്ഡി. പിന്നീട് മാപ്പുസാക്ഷിയാക്കാൻ സമ്മതിച്ചപ്പോഴാണ് 34.5 കോടി രൂപയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള, അതായത് അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള മൊഴിയും അവർ വാങ്ങി അദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കിയത്. ഇതാണ് ആ കേസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം.
ഒരിക്കലും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ശരത്ചന്ദ്ര റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കിയിട്ട് ഈ രീതിയിലുള്ള ഒരു മൊഴി വാങ്ങി അദ്ദേഹത്തെ ഒഴിവാക്കുന്ന നിലയാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ കുറ്റവാളിയായി വരുന്നത് അധികാരം ഉപയോഗിച്ച് പണം പിടുങ്ങി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മൊഴിയും വാങ്ങും, പണവും വാങ്ങി, എന്നിട്ട് മാപ്പുസാക്ഷിയായിട്ട് ഒഴിവാക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ ശക്തിയായിട്ട് നിലപാട് സ്വീകരിക്കുന്നത്. എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തത്? സിസോദിയെ മുമ്പ് അറസ്റ്റ് ചെയ്തു, ഡൽഹി മന്ത്രിയായിരുന്നു. സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത്. ഇതൊന്നും ആളുകൾ മറന്നുപോയി എന്ന് ധരിക്കാൻ പാടില്ല കോൺഗ്രസ്, പ്രത്യേകിച്ച് കേരളത്തിലെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അതായത് സിസോദിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചില്ല എന്ന് മാത്രമല്ല, സിസോദിയെ അറസ്റ്റ് ചെയ്തതുപോലെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിഷേധിക്കാൻ അവരന്ന് തയ്യാറുണ്ടായിരുന്നില്ല. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മോദി സർക്കാരിൻ്റെ നിരവധിയായ ഇടപെടലുകളെ വിവിധ തലങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ വന്നപ്പോൾ അന്നെല്ലാം പൊതുവേ കോൺഗ്രസ് എടുത്ത നിലപാട് അവർക്കെതിരായിട്ട് വരുന്ന കാര്യങ്ങളിൽ മാത്രം പ്രതിഷേധിക്കുക, മറ്റുള്ളവർക്കെതിരായിട്ട് വരുന്ന ഏത് സംഭവമായാലും അതിനെ മൂടിവെക്കുന്ന നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം മുതൽ എടുത്ത നിലപാട് അതിശക്തിയായി രാഷ്ട്രീയം നോക്കാതെ, കക്ഷികളെ നോക്കാതെ ഇത്തരം നിലപാടിനെ, കേന്ദ്ര ഏജൻസികൾ എടുക്കുന്ന പക്ഷപാതപരമായ നിലപാടിനെ കൂലിക്ക് വേണ്ടി ചെയ്യുന്ന ജോലി പോലെയാണ് ഇ ഡി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂലിക്ക് വേണ്ടിയെന്ന് ഞാൻ ബോധപൂർവം തന്നെ പറഞ്ഞാണ്. അതായത് ഇ ഡിക്കല്ല കൂലി ബി ജെ പിക്കാണ്, കോൺഗ്രസിനുമാണ്. എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ട് അവരിൽ നിന്ന് പണം വാങ്ങി ബോണ്ട് വാങ്ങിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കിയ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇ ഡി അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ. ഇ ഡി മാത്രമല്ല, കേന്ദ്ര ഏജൻസികളുടെ എല്ലാം പൊതുവായ സ്ഥിതി അതാണ്. രാഷ്ട്രീയ താല്പര്യത്തോടെയാണ്, അഴിമതി താല്പര്യത്തോടെയാണ് യഥാർത്ഥത്തിൽ ഇതിനെയെല്ലാം അവർ കൈകാര്യം ചെയ്തത്. ഇതിന് പിന്തുണ നൽകുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലുകളെയും ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള ബി ജെ പി വിരുദ്ധ ഗവൺമെൻറ്റുകളുടെ അവർക്കെതിരെയുള്ള ഇടപെടലുകളെയും ശക്തിയായിട്ട് പ്രതിഷേധിച്ച് മുമ്പോട്ടേക്ക് പോയ പാർട്ടിയും പ്രസ്ഥാനവും ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അന്നെല്ലാം അവരെടുത്ത നിലപാട്, കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ നേതാക്കന്മാർക്കെതിരായിട്ട് വരുന്ന കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റുള്ളതെല്ലാം തമസ്കരിക്കുന്ന സമീപനമാണ്. കേരളത്തിലാണെങ്കിൽ ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതിശക്തിയായിട്ട് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടപടി വരുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ മേലെ വന്നപ്പോഴും ചോദിച്ചത്. അവിടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പൊതുവായിട്ട് പ്രതിഷേധിച്ച് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല എന്ന ചോദ്യം ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന് ആ പുറത്തു കൊണ്ടുവന്ന വാർത്ത നന്നായിട്ട് കൊടുത്തൊരു പത്രം മനോരമയാണ്. മനോരമ ഞാൻ എല്ലാ സന്ദർഭങ്ങളിലും അതിശക്തിയായിട്ട് വിമർശിക്കാറുണ്ടെങ്കിലും ചിലപ്പോഴിങ്ങനെ വീണ് കിട്ടുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ബി ജെ പിയും കോൺഗ്രസും എല്ലാം പറഞ്ഞത് ഇവിടെ ഒരു നയാ പൈസയും നമുക്ക് തരാനില്ല, ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകൾ കൊണ്ട് നെല്ല് സംഭരിച്ച് പണം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കറിയാം, കേന്ദ്രം നമുക്കിപ്പോൾ 800 കോടിയിലധികം ഉറുപ്പിക, 852 കോടി രൂപ സംസ്ഥാനത്തിന് നൽകാനുള്ളത് തന്നു, അല്ലെങ്കിൽ തീരുമാനിച്ചു. അപ്പോഴാണ് മനോരമ എഴുതിയത്,
കേന്ദ്രം സംസ്ഥാനത്തിന് നെല്ല് ശേഖരിച്ചതിൻ്റെ ഭാഗമായിട്ട് സംഭരണത്തിൻ്റെ ഭാഗമായി 852 കോടി റുപ്യ കൊടുക്കാനുള്ളത് നൽകുന്നു. ഇനിയും 756 കോടി നൽകാനുണ്ട്. വസ്തുതയാണ്. ആ വസ്തുത പറഞ്ഞാൽ നമ്മൾ ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കണമല്ലോ. അത് ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്താ കോൺഗ്രസ്സുകാർ പറഞ്ഞത്, എന്താ BJP-ക്കാർ പറഞ്ഞത് നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട്? എല്ലാം കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ്. അല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കേന്ദ്ര അവഗണനക്കെതിരായി അതിശക്തിയായിട്ടുള്ള സമരം. ഇവിടെ കേരള ഗവൺമെൻറ് തന്നെ മന്ത്രിസഭയാകെ ജനങ്ങളിലേക്ക് ഇറങ്ങി 140 മണ്ഡലത്തിലും വലിയ രീതിയിലുള്ള ജനകീയമായ സദസ്സിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രചരണപരമായിട്ട് പറഞ്ഞു. പിന്നീട് ഡൽഹിയിലേക്ക് സമരവുമായിട്ട് പോയി. അതിൻ്റെ ഒപ്പം തന്നെ സുപ്രീം കോടതിയിലും പോയി. ഈ ഓരോ ഘട്ടത്തിലും ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാരും BJP-യും എടുത്ത നിലപാട് ഇതെല്ലാം ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് എന്നാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അവകാശം കേരളത്തിന് ലഭിക്കാനുള്ളത് കിട്ടണം എന്ന കാര്യം അവർ അംഗീകരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം മാറിയതെങ്ങനെയാണ്? നമ്മൾ ഫെബ്രുവരി 8-ാം തീയതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും എല്ലാം ഡൽഹിയിലേക്ക് പോയി സമരം നടത്താൻ കേന്ദ്രത്തിനെതിരായിട്ട് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ 8-ാം തീയതി തീരുമാനിച്ചു പോയി. 7-ാം തീയതിയാണ് കോൺഗ്രസ് നടത്തിയത് സമരം. ആ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട് എന്ന് അവിടെ തന്നെ സൂചിപ്പിക്കുന്ന നിലയുണ്ടായി. അതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോഴാണെങ്കിൽ അന്ന് അവർ കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരമാണ് നടത്തിയത്. ഇന്ന് 4663 കോടി റുപ്യ ഞങ്ങൾക്ക് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിലും പോയിരിക്കുക. ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയതിനെപ്പറ്റി വലിയ ആക്ഷേപമായിരുന്നു ഈ പറയുന്ന VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക്. എന്തേ ഇപ്പോൾ മുണ്ടാട്ടില്ലാത്തത്? നേരത്തെ സമരം നടത്താൻ പോയപ്പോഴും നിങ്ങൾ വേണ്ടിയിട്ടില്ല. അതൊരു വലിയ വാർത്തയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ 4663 കോടി റുപ്യ കേന്ദ്രം തരാനുള്ളത് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ സമരത്തിന് പോയിരിക്കുകയാണ്. കർണാടക ഗവൺമെൻറ് മാത്രമല്ല, തമിഴ്നാട് ഗവൺമെൻറ് പോയി. 37,000 കോടി റുപ്യ ഞങ്ങൾക്ക് തരാനുള്ളത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് തമിഴ്നാട് ഗവൺമെൻറ്റും പോയി. അപ്പോൾ കേരളം ഒരു മാതൃകയായ രീതിയിൽ ഗവർണറുടെ പ്രശ്നത്തിലായാലും ഇപ്പോഴ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും സുപ്രീം കോടതിയിലേക്ക് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാതൃകയാക്കി കോൺഗ്രസിൻ്റെയും DMK-യുടെയും എല്ലാം ഗവൺമെൻറ്റുകൾ, ദക്ഷിണേന്ത്യൻ ഗവൺമെൻറ്റുകൾ, കോൺഗ്രസ് BJP-യേതര ഗവൺമെൻറ്റുകൾ വലിയ രീതിയിലുള്ള സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും ഒപ്പം നിയമപരമായ യുദ്ധത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭരണഘടനാപരമായിട്ടുള്ള ഫെഡറലിസം. ആ ഫെഡറലിസത്തെ സംരക്ഷിക്കുക എന്ന പ്രവർത്തനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയുടെ മുൻപന്തിയിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടം നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം എന്നതാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം. ആരെ ഇഡിൻ്റെ കാര്യം നമ്മളുണ്ടാ കൂലിക്ക് പണിക്കുന്ന പണിയെടുക്കുന്നല്ലേ? അതിനെന്താ വലിയ വിശ്വാസം? നിങ്ങൾക്കുണ്ടാ വലിയ വിശ്വാസമാണ്? രാജ്യത്തെ വിശ്വാസത തകർന്നു പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന ED. ED-യെ മഹത്വവൽക്കരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അത് അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യും. അത് ആരായാലും എല്ലാവരും ലക്ഷ്യം വെക്കാലോ. ആരെ ലക്ഷ്യം വെച്ചുകൂടാതെ? രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ആരെയും ലക്ഷ്യം വെക്കാം. ആ ലക്ഷ്യം വെക്കുന്നത് ആരാണ് എന്നുള്ളതാ ചോദ്യം. ആരാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം. ആരാ? ഓർമ്മയില്ലേ? ആരാ? കൂലിക്ക് പണിയെടുക്കുകയാണ്. അതാണ്, കൂലിപ്പണിയാണ്. BJP-ക്ക് വേണ്ടിയാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിനും നേതാക്കന്മാർക്കും എതിരായിട്ട് വരാത്തതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവുണ്ടല്ലോ VD സതീശനും സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. അതിലൊന്നും കീഴടങ്ങുന്ന പാർട്ടിയും പ്രസ്ഥാനവും ജനങ്ങളും അല്ല കേരളത്തിലുള്ളതെന്ന് മനസ്സിലാക്കണം. സമാധാനിപ്പിക്കാൻ കൂടിയാണെന്ന് അത് മാത്രമായിട്ട് ഞാൻ പറഞ്ഞു. സതീശൻ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ പിടിക്കാത്തതെന്ന്.
അപ്പോൾ ഇവിടെ പിടിക്കാൻ പറ്റുമോ നോക്കിയിട്ട് വരിക. അപ്പോൾ അതാരെ സമാധാനിപ്പിക്കാനാ? വരട്ടെ, അതും വരട്ടെ. കേസ് അല്ലേ വരാൻ പോകുന്നത്, അന്വേഷിക്കട്ടെ. അല്ല, ഇത് അസംബ്ലിയിൽ തന്നെ ഉന്നയിച്ചതാണല്ലോ. ഇത് സെൻട്രൽ ഏജൻസികളെ എല്ലാ കാലത്തും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ സെൻട്രൽ ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്നാണ് ഞങ്ങൾ ഇതേവരെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പറയാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയില്ല, പണം ഉണ്ടാക്കാൻ, കട്ട് മുടിക്കാൻ കോടാനുകൂടി ഉറപ്പിക്കുക. ഒന്നും മിണ്ടാട്ട് അതൊക്കെ ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി. എന്ത് കിട്ടേണ്ടതാ? കള്ളപ്പണക്കാരൻ്റെ, കുറ്റവാളികളുടെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങുകയാണ്. ഗുണ്ടാ പിരിവാണ് BJP നടത്തിയത്, ഗുണ്ടാ പിരിവ്. ആ ഗുണ്ടാ പിരിവ് നടത്തിയിട്ടാണ് ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ സംഖ്യ ഉണ്ടല്ലോ, ഇത്രയും കോടി ഉറപ്പിക്കുക. എത്ര? 8251 കോടി. ചെറിയ ഗുണ്ടാ പിരിവല്ല. നമ്മുടെ നാട്ടിലെ ഗുണ്ടകളെ പറ്റി പിരിക്കുമ്പോൾ ഒരു 1000, 2000, 1 ലക്ഷമൊക്കെയാണ് പിരിക്കുക. ഇത് 8251 കോടി ഉറപ്പിക ഗുണ്ടാ പിരിവ് പോലെ ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് കേസ് എടുക്കുമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കേസ് എടുപ്പിച്ച്, എന്നിട്ട് അതിന്റെ പെനാൽറ്റി ആയിട്ട് ആയിരക്കണക്കിന് കോടി ഉറപ്പിക സാൻഡിഗോ മാർട്ടിൻ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങുക. മാന്യത നടിച്ച് നടക്കുകയാണ് കോൺഗ്രസും BJP എല്ലാം. അതിൽ ഒന്നാം പ്രതി BJP തന്നെയാണ്. അതിൻ്റെ ഒപ്പം BJPയുടെ ഒപ്പം കോൺഗ്രസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്താ ചെയ്തിട്ടുണ്ടാകുക? ഈ പണത്രയും എന്താ ഇവർ ചെയ്തിട്ടുണ്ടാകുക? എല്ലാം ഫ്രീസ് ചെയ്തില്ലല്ലോ. വളരെ ചെറിയ പൈസ അല്ലേ ഫ്രീസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി പൈസ എവിടെ പോയി? ബാക്കി പൈസ എവിടെ കൊണ്ടുപോയതാ? ഞാനൊന്നും പറയുന്നില്ല, അതെല്ലാവർക്കും അറിയാം എന്താ ചെയ്തിട്ടുണ്ടാകുക. അതെ അതെ അതന്നെ, അതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരയില്ലാത്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇമാതിരി കേസിനെല്ലാം ഏതെങ്കിലും രീതിയിൽ വല്ല തെളിവുണ്ടോ? വെറുതെ പറയല്ലേ, പ്രചരിപ്പിക്കല്ലേ. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പാർട്ടിയെയും CPM-നെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും ഒക്കെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ട്, അപഹസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യം കണ്ടുപിടിച്ച് പറയല്ലേ ഈ പറയുന്ന ഈ നിരവധിയായ കേന്ദ്ര ഏജൻസികൾ. അതല്ലേ സംഭവം. അന്തർധാര ഇപ്പം BJP-യും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര ഇപ്പം കാസർഗോഡ് കണ്ടല്ലോ. പഞ്ചായത്ത് ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഇടയിൽ പോയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് നിലപാട് സ്വീകരിക്കാൻ നമ്മൾ കണ്ടതല്ലേ കൈ വിളിക്കുക. അതൊന്നും പറയണ്ട. അന്തർധാരയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്കും നല്ല ധാരണയുണ്ട്. സതീശൻ പറഞ്ഞാൽ ഉണ്ടാവുന്നതല്ല അന്തർധാര. അത് ആരാണ് അന്തർധാര ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ കോൺഗ്രസ് BJP. അപ്പോൾ ആസാം മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ വായിച്ചില്ലേ? വായിച്ചാ? ഇതൊന്ന് വായിച്ചു നോക്കേണ്ടിയാണ്. എന്താ? ഒരു പുതിയ പ്രയോഗമാണ്. വായിച്ചില്ല? ആരും വായിച്ചില്ലേ? വായിച്ചാ? ആസാം മുഖ്യമന്ത്രി, പഴയ കോൺഗ്രസ് നേതാവാണ് ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി BJP. എന്താ പറഞ്ഞത്? അതായത് കോൺഗ്രസ് BJP-യുടെ സ്ഥിരം നിക്ഷേപമാണ് എന്നാണ്. കേഡർമാരെ എപ്പോഴാണോ ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഞങ്ങളതിൽ നിന്ന് എടുക്കും. ആസാം മുഖ്യമന്ത്രി പഴയ കോൺഗ്രസ് നേതാവാണ് BJP-യുടെ ഇപ്പോഴത്തെ അവിടുത്തെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയാണ് പറയുന്നത് കോൺഗ്രസ് BJP-യുടെ സ്ഥിരം നിക്ഷേപമാണ്. ആ സ്ഥിരം നിക്ഷേപത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് പിൻവലിക്കാം, അവരെ എടുക്കാം എന്നാണ്. അതന്നെയല്ലേ ശരി? അതിന് ദിവസം തെറ്റ്. കോൺഗ്രസ് എന്നല്ലേ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ അവർ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലേ അവർ പറയുന്നത്. ഞാൻ പറയുന്നതല്ല. പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്ന ആള് മുഖ്യമന്ത്രിയായിട്ട് വന്ന ആസാമിലെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട് വാർത്ത. യേശുരാജൊന്നും പോയിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ വിശ്വാസമാണ്. ഞാൻ അന്നേ പറഞ്ഞല്ലോ പോയിട്ടില്ല. പിന്നെ നിങ്ങളിപ്പോൾ ആരാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? യേശുരാമചന്ദ്രൻ്റെ ചോദിച്ചത് ആരാ? ഏത് പത്ര? ജനീവ. ജനമാണ്. ജനത്തിന് പിന്നെ അതിന് വേണ്ടി കണ്ണുകൊണ്ട് അത്ര ഇരിക്കുക. അത് കോൺഗ്രസ് നോക്കിയാൽ മതി. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ല. രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ മാറൂ.
രാഷ്ട്രീയ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പാർട്ടി നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് രാജേന്ദ്രൻ ശരിയായ നിലപാട് സ്വീകരിക്കുന്നത്. അതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ വിശദീകരണം, എന്തുകൊണ്ടാണ് ഞാൻ പോകേണ്ടി വന്നതെന്ന്. അത് നിങ്ങൾക്ക് എന്താ ബോധ്യപ്പെടാത്തത്? അദ്ദേഹം എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഏത് അപ്പോൾ നിങ്ങൾക്ക് കള്ളി മനസ്സിലായില്ലേ? സതീശനെ ഉൾക്കിടലം കൊള്ളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തിലെ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, CAA പ്രശ്നമാണ്. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഈ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലാണ്. ആ ഹിന്ദുത്വ രാഷ്ട്രമെന്ന വർഗീയവൽക്കരിക്കപ്പെടുന്ന പ്രക്രിയയിലേക്ക് നീങ്ങാൻ അവർ നടത്തിക്കൊണ്ടുവന്ന ശ്രമത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് CPM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയും കടമയുമാണ്. ആ കടമയും ചുമതലയും ഞങ്ങൾ നിർവഹിക്കുക ചെയ്യും. അത് ഇപ്പോൾ ഒരു പ്രാവശ്യം പറയല്ല, എല്ലാ യോഗത്തിലും പറയും. മുഖ്യമന്ത്രിക്ക് മതപരമായ കാര്യമൊന്നും ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. അത് പരാതിയെല്ലാം കൊടുത്തോട്ടെ. പരാതിക്കിട്ട് ആർക്കാ ഭയമുള്ളത്? പരാതി കൊടുക്കുമ്പോൾ ഭയപ്പെട്ട് നിൽക്കുന്ന ഇവിടുത്തെ പാർട്ടി പ്രസ്ഥാനമല്ല, മുഖ്യമന്ത്രിയല്ല. പരാതി കൊടുത്തോട്ടെ. മുഖ്യമന്ത്രി മാത്രമല്ല, CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാം തന്നെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് നിരവധി കൈവഴികളിലുള്ള ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് നീങ്ങാനുള്ള ഫാസിസ്റ്റ് പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നാണ്. വെറും ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഫാസിസ്റ്റ് രാഷ്ട്രം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നാണ്. അങ്ങനെ പറയാൻ VD സതീശൻ ഒരു ജന്മം കൂടി ജനിക്കണം. അതാ കാര്യം, അതാ പ്രശ്നം. അങ്ങനെ ഒരു മതത്തിന്റെ വികാരവും ഇല്ല ഇതിൻ്റെ അകത്ത്. ഇവിടെ മതനിരപേക്ഷതയുടെ വികാരം മാത്രമേ ഉള്ളൂ. മതനിരപേക്ഷതയുടെ വികാരം മാത്രമേ ഉള്ളൂ, മതത്തിന്റെ വികാരമില്ല. ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും എല്ലാ അർത്ഥത്തിലും ജനാധിപത്യപരമായ രീതിയിൽ ജീവിക്കാൻ അവകാശം വേണം. അതിൽ ഒരു വിഭാഗത്തിന് പറ്റില്ല, രണ്ട് വിഭാഗത്തിന് പറ്റില്ല, മറ്റുള്ളവർ ഒന്നാം പൗരന്മാർ, ഇത് രണ്ടാം പൗരന്മാർ എന്ന രീതിയിൽ തീരുമാനിച്ചു പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് CPIM പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കേരള ഗവൺമെന്റ് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അസംബ്ലി പ്രമേയം പാസാക്കി, കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഇപ്പോഴും പറഞ്ഞു ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ എന്താ VD സതീശൻ പറയുന്നത്? നടപ്പിലാക്കേണ്ടി വരും എന്നാണ്. എന്തേ നിങ്ങളുടെ കർണാടക ഗവൺമെന്റ് പറയാത്തത്? നിങ്ങൾക്ക് രണ്ട് ഗവൺമെന്റേ പോകുള്ളൂ, മൂന്നാമത്തെ ഗവൺമെന്റ് അർദ്ധ അവസ്ഥയിലാണ്. ഇത് ഹിമാചൽ പ്രദേശ് എപ്പോഴാണ് അതിന്റെ അന്ത്യം കുറിക്കുക എന്ന് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. 6 ആൾ അവിടെ നിന്ന് കാലം മാറിയിട്ട് 6 BJP ചേർന്നു. BJP സ്ഥാനാർത്ഥികളായി. ഏത് ഹിമാചൽ പ്രദേശിൽ. അതല്ലേ AK ആണി എന്താ പറഞ്ഞത്? അതല്ല പ്രധാനമായിട്ട് പറഞ്ഞതല്ല, ഡു ഓർ ഡൈ. ആരോടാണ് അഭ്യർത്ഥിക്കുന്നത്? ആരോടാ? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതല്ലേ. ഇത് പണ്ട് വളരെ സജീവമായിട്ട് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ആ മഹാത്മാഗാന്ധിയെ കൊന്ന ഹിന്ദു വർഗീയവാദികളുടെ മുന്നണി പോരാളിയായിട്ടാണ് AK ആന്റണി തീറ്റിപ്പോറ്റി വളർത്തിയെടുത്തിട്ടുള്ള സ്വന്തം മകൻ പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മൾ കാണുന്ന വിരോധാഭാസം. എന്നിട്ട് വേറെ വിശദീകരണം നടത്തിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് BJPക്കെതിരായ അതിശക്തിയായ സമരത്തിന്റെ മുമ്പിൽ രാജ്യം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകണമെന്ന് തന്നെയാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയും വേണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷം ഇതാണ് ആഗ്രഹിക്കുന്നത്. CPM-നോ? ഞങ്ങളവിടെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ജയിക്കുന്ന ഒന്നാമത്തെ മണ്ഡലമാണ് പത്തനംതിട്ട. അതൊക്കെ നിങ്ങൾ എന്തെല്ലാം പറയും? നിങ്ങൾ പറയുന്ന വാർത്തക്ക് പിന്നെ ഞാൻ വരാറില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അത് നിങ്ങൾ കൊണ്ട് കടന്നുകൊള്ളുക. അല്ല, അവിടെ അങ്ങനെ സംഭവം ഉണ്ടായില്ല. ഉണ്ടാവുന്നത് നിങ്ങൾ വാർത്ത പറയുന്നല്ലേ. അങ്ങനെ വാർത്ത നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളതിനെ നിഷേധിക്കാൻ പുറപ്പെടേണ്ട കാര്യമില്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായതെന്ന്. ഞങ്ങളതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല. ഒരു സംഘർഷം ഉണ്ടായില്ല. ഈ അവസാനത്തെ ഭാഗം ഞാൻ ഇതാണ് പറയുന്നത്. കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലം പത്തനംതിട്ട മണ്ഡലമായി പോരെ. ഇനി അതിനപ്പുറത്ത് നിങ്ങൾക്ക് പറയുന്നില്ല. ആലപ്പുഴ ആയിരിക്കും. 1-2 ആദ്യം ജയിക്കാലോ. ആദ്യം ജയിക്കുന്ന ഒന്നാക്കേണ്ട കാര്യമില്ല. ചെറിയ വ്യത്യാസം ജയിക്കും. മെച്ചപ്പെട്ട പ്രവർത്തനമാണ്
വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. 20 സീറ്റും ചെയ്യും. സത്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. മത്സരം അവസാനിക്കുന്നവരെ ഇങ്ങനെ പറയുള്ളൂ. മത്സരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു കാര്യം വേണമെങ്കിൽ പറയാം. ഇപ്പൊ 20 സീറ്റ് നമ്മൾ ജയിക്കാനാണ്. വയനാട് ഉൾപ്പെടെ ജയിക്കാനല്ലേ. പുതിയ ഏറ്റവും വലിയ അംഗീകാരമുള്ള സ്ഥാനാർത്ഥിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സുരേന്ദ്രൻ. അത്ര വോട്ട് കിട്ടി നോക്കുക മതി. സുരേന്ദ്രൻ മത്സരിച്ച് ജയിക്കുമെന്നുണ്ടെങ്കിൽ മുമ്പ് ജയിക്കണ്ട. 2 എണ്ണത്തിന് മത്സരിച്ച് ജയിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് BJP കേരളത്തിൽ ഒരു സ്ഥലത്തും ജയിക്കില്ല. ഒരു സീറ്റും ജയിക്കൂല. പണ്ട് 33 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞില്ലേ. എവിടെ ജയിച്ചിരിക്കുന്നു? ഉള്ളതൊന്നും പോയി. അത് UDF എന്ന് വന്നവരെയാണ് അവർ പ്രധാനമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 4-1 UDF ആണ്. അങ്ങനെ സ്ഥാനാർത്ഥികൾ ദുർബലരാണെന്ന് പറയണ്ട. വെറുതെ ആവശ്യമില്ലാതെ അത്രയും ഉണ്ടാക്കണ്ട. സ്ഥാനാർത്ഥികൾ തന്നെ. അതിന് കഴിവുകളൊക്കെ ഉണ്ടാവും. അത് താരതമ്യം ചെയ്താൽ മതി. എന്നാൽ ചില അന്തർധാര ഉണ്ടോ എന്നുള്ളത് പിന്നീട് അനുഭവത്തിന് പിടിച്ചതിൽ മനസ്സിലാക്കാം. അത് ഏത് മണ്ഡലമാവാം. അത് ശക്തിയുള്ളതും ശക്തിയില്ലാതും സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥി സുധാകരൻ തന്നെ മത്സരിക്കുന്ന മണ്ഡലം ഉൾപ്പെടെ വരാം. അത് ഞാൻ കയ്യിൽ പ്രശ്നമില്ല. അല്ല, സുധാകരനല്ല, മറ്റേ നമ്മുടെ സുരേന്ദ്രൻ സുധാകരൻ മത്സരിച്ച് കണ്ണൂരാണല്ലോ. എവിടെ അന്തർധാര എങ്ങനെയുണ്ടാവാന്ന് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ ഉണ്ടാവാം. ഞങ്ങളുടെ അക്ഷയപാത്രം പോലുള്ള ജനങ്ങളുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് എന്തിനാ പണത്തിന് ക്ഷാമം? ഞാനെല്ലാ കമ്മിറ്റി നമ്മുടെ സാറിനോട് തന്നെ പറയാറുണ്ട്. ഞങ്ങളുടെ അക്ഷയപാത്രം എന്ന് പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPIM. അത് എപ്പോഴാണോ ജനങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഇല്ലാതിരിക്കുന്നത് അന്ന് ഈ പാർട്ടി ഉണ്ടാവില്ല. നേരെ മറിച്ച് അംബാനി അദാനിയും എപ്പോഴാണോ ഒപ്പം ഇല്ലാതിരിക്കുന്നത് അന്ന് BJP ഉണ്ടാവില്ല, അന്ന് കോൺഗ്രസും ഉണ്ടാവില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, ജനങ്ങളുടെ ചെലവിലാണ് പ്രവർത്തിക്കുക. ആര് എന്നാ സാമ്പത്തിക അറിവ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഞങ്ങൾ ലക്ഷങ്ങളും കോടികളൊന്നും പിരിക്കുന്ന ആവശ്യമില്ല. ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കുണ്ടിക കളക്ഷൻ അല്ലെങ്കിൽ ചെറിയ പണം ഒക്കെ വാങ്ങാൻ. അതൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതാണ് നമ്മുടെ പോളിസി തന്നെ. ഉണ്ട്. അതൊക്കെ ചെറിയ പാർട്ടികളല്ലേ. ഇതല്ലേ പ്രധാനപ്പെട്ട 2 കക്ഷികൾ, BJP കോൺഗ്രസും. അതിൽ ഞാൻ കോൺഗ്രസിനെ പോലും അതിൻ്റെ 1-ാം പ്രതിയിലേക്ക് കൊണ്ടുവന്നില്ല. ഞാൻ കൊണ്ടുവരുന്നത് BJP തന്നെയാണ്. ഈ പറയുന്ന രീതിയിലുള്ള പണം പിരിച്ചത്, ഏത് ഗുണ്ട രീതിയിലുള്ള പണം പിരിവ് നടത്തിയിട്ടുള്ളത്, അതിൽ ഉപയോഗിച്ച ഗുണ്ടേനെയല്ല, ഉപയോഗിച്ചത് ആരെയാ? ഗുണ്ടേനല്ല അവർ ഉപയോഗിച്ചത്. ആരെയാ ഉപയോഗിച്ചത്? ഇഡിനെ. അപ്പൊ ആ ഇഡി ഏതാ? ആ പണി നടത്തിയത് ഇവരാണ്, ഇഡിയാണ്. ഇഡിയോ CBI പലതും ഉണ്ട്, പല ഏജൻസികളും ഉണ്ട്. അതിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പണം ഇങ്ങനെ സ്വരൂപിച്ചത്. അതൊക്കെ വലിയ ഗൗരവത്തിലെടുക്കേണ്ട, അതൊന്നും കണക്കിലെടുക്കേണ്ടത്. അതായത് അതൊക്കെ ഏതോ ഒരു ചെറിയ യോഗത്തിൻ്റെ അകത്ത് പ്രവർത്തകരോട് പറയുമ്പോൾ പറഞ്ഞ ഒരു തമാശയാണ്. ആ തമാശ വെറുതെ ആവശ്യമില്ലാതെ പർവ്വതീകരിച്ച് നിങ്ങൾക്ക് താല്പര്യത്തിന് വേണ്ടി വാർത്തയാക്കിയത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഇപ്പോഴും നാഷണൽ പാർട്ടി എന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഭൗതിക പശ്ചാത്തലമുണ്ട് നിലവിൽ. ഇലക്ഷൻ ചർച്ച ഉണ്ടാവും, കുറേയും കൂടി ശക്തിപ്പെടും. കാലതാമസം വന്നു എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടല്ലേ 3 നാൾ ഇവിടെ ഇപ്പോൾ നടപടിയെടുത്തത്. അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. വരാൻ പാടില്ലാന്ന് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് അന്ന് തന്നെ ഓർഡറാക്കി അന്ന് തന്നെ കൃത്യമായിട്ട് കാര്യം കൈകാര്യം ചെയ്യേണ്ടി പോകേണ്ടതാണ്. ആ പോകുന്നതിൽ
തീർച്ചയായിട്ടും ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ട് പ്രശ്നമുണ്ടായി. ആ പ്രശ്നമുള്ളതുകൊണ്ടാണ് അവരെ 3 പേരെ നടപടിക്ക് വിധേയപ്പെടുത്തണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. ഗവൺമെൻറ് വ്യക്തമായിട്ട് ആ കുടുംബത്തോടൊപ്പമാണ്, ഒരു സംശയവും വേണ്ട. യെസ്, ഒരു പുസ്തക പ്രകാശനമുണ്ട്, അത് പറഞ്ഞു, ഒന്ന് പറഞ്ഞു, അതും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ കടന്നു.